വേറെ പണിയൊക്കെ അല്ല കേട്ടോ. എന്തിന്? നമ്മുടെ ശമ്പളത്തിനുള്ള വകുപ്പൊക്കെ ഇവിടെ ഉണ്ടാവും എത്ര കാലം കഴിഞ്ഞാലും. അതിന് സ്ഥാപനം ഉണ്ടാവുമോ? സ്ഥാപനം ഉണ്ടാവും എത്തോതിന് കരുനാക്കോളച്ച് വല്ലതും പറയാലും. അല്ല, ഞാൻ കാര്യമായിട്ട് അറിയാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കൊന്നും ഇരിക്കാനൊന്നും കസേരയൊന്നും ഇല്ലേ? ഉണ്ട് സാർ. ഇതൊരു ബാങ്ക് അല്ലേ, പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്ന് കണ്ട മോശമല്ലേ ഇതൊക്കെ? അല്ല സാർ, ഞാൻ ചിട്ടീനായിട്ടൊരു ഡിസ്കഷൻ നടത്തിയത് പുതിയ മണ്ടൂരെ കിട്ടാൻ. ഇത് അല്ല, മണ്ടൂരൊരു ഡിസ്കഷൻ നടത്തുന്നത് പുതിയ ചിട്ടി കിട്ടാൻ വേണ്ടിയില്ല. അതെ, ആളുകളെ നേരിട്ട് കണ്ട് ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിന് എല്ലാവരും സജീവമായിട്ടൊന്ന് പ്രവർത്തിക്കണം കേട്ടോ. കാരണം നമ്മുടെ എന്താ അപ്പുറത്തായി പോയത്. പിന്നെ മണ്ടു, ആ കിട്ടാക്കടങ്ങൾക്കുള്ള നോട്ടീസൊക്കെ അയച്ചിരുന്നാ? അയച്ചു. എല്ലാം അയച്ചോ? അല്ല, കുറച്ചും കൂടി ബാക്കിയുണ്ട്. പിന്നെ കുറെ പേര് കൈപ്പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് എന്തിനെടുത്ത് വെച്ചിരിക്കുന്നത്? എല്ലാം അയച്ചു കൊടുക്കൂ. അയച്ചു കൊടുക്കും. എന്ത് ലേറ്റ് ആക്കണേ? അയക്കണോ, അത് ഗൗരവമുള്ള കാര്യമല്ലേ? പിന്നെ എല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം പറയാം. 40-45 ദിവസത്തിൻ്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള ഡെപ്പോസിറ്റ് ഇവിടെ ആയിട്ടില്ലെങ്കിൽ ഈ ബാങ്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കപ്പലാണ്. കപ്പൽ മുങ്ങുന്ന ഉറപ്പ് വരുമ്പോൾ കപ്പലിൽ അത്യാവശ്യമില്ലാത്ത ചില സാധനങ്ങളെടുത്ത് പുറത്തിടുന്നൊരു ഏർപ്പാടുണ്ട്. കപ്പലിനെ രക്ഷിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. മണ്ട ഉടനെ അയക്കട്ടോ അത്. പറഞ്ഞ കാര്യം പിടികിട്ടിയോ? മനസ്സിലായി. ബാങ്കിനെ രക്ഷിക്കാൻ നമ്മളൊക്കെ എടുത്ത് പുറത്തിടുന്നു. അതെ, കപ്പൽ മുങ്ങാൻ പോകുമ്പോ കപ്പിത്താൻ ചാടി ആത്മഹത്യ ചെയ്യണ ഒരു കഥയുണ്ട്. അത് സെക്രട്ടറിക്ക് അറിഞ്ഞൂടാ. പോയി പറഞ്ഞു കൊടുത്തിട്ടോ? വേണ്ട, അല്ലേ തന്നെ എന്നെ ഇഷ്ടമായിട്ടില്ല. ആയിക്കോട്ടെ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. നന്ദി. എന്താണ് സാറേ, ഒരു ലോണിന് വേണ്ടി ഞാൻ ഇവിടെ 100 തവണയായി കീഞ്ഞും കയറി വരുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തന്നെ സാർ. അതൊരു 100 തവണ തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താൻ തരുന്ന ഈ ഡോക്യുമെന്റ്സിന് 50,000 രൂപയിൽ കൂടുതൽ ഒരു രൂപ ഇവിടുന്ന് കിട്ടില്ല. പക്ഷെ സാറേ, ഈ 50,000 കൊണ്ട് എനിക്ക് ഒക്കില്ലല്ലോ. എന്റെ മാഷൻ തനിക്ക് കുറെ കാശും വേണമെന്ന് പറഞ്ഞിട്ട് താൻ തരുന്ന ഈ ഡോക്യുമെന്റ്സിന് ആ കാശ് മുഴുവൻ ഇവിടുന്ന് തരാൻ പറ്റുമോ? എൻ്റെ സാറേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. പെങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടുവരുത്ത് കുറച്ച് സ്ത്രീധനം കൊടുക്കാൻ ബാക്കിയിട്ട് ഈ അളിയൻ്റെ അമ്മയുണ്ടല്ലോ ഭദ്രകാളി, അവിടെ പോയപ്പോന്നല്ല പറഞ്ഞാൽ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലോൺ കിട്ടുമോ സാറേ? അങ്ങനെ ലോണോ? എന്റെ മാഷ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇപ്പൊ ഈ വെക്കുന്ന സംഭവത്തിന് നിങ്ങൾക്ക് 50,000 രൂപ തരാന്ന് ഞാൻ പറഞ്ഞു. ഇത് എന്റെ കാശല്ല. അതുകൊണ്ടാ തരാൻ പറയുന്നത്. എങ്ങനെ തരാൻ പറഞ്ഞത്? എടോ, ഇത് ഈ നാട്ടുകാർ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സംഖ്യയാണ്. അത് എനിക്ക് തരുന്നതിന് അതിന് ഇവിടുത്തെ ചില നിയമങ്ങളുണ്ട്. നിങ്ങൾ തന്ന ഡോക്യുമെന്റ്സ് അനുസരിച്ച് നിങ്ങളുടെ ഒരു സാമ്പത്തിക ശേഷി അനുസരിച്ച് 50,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാം. 1,00,000 രൂപ തരാൻ പറ്റില്ല. എന്റെ സാറ് പറഞ്ഞ ഡോക്യുമെന്റ് കംപ്ലീറ്റ് സാധനം ഉണ്ട്. സ്വന്തമായിട്ട് ആധാർ കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, പെർമിറ്റ് ഉണ്ട്, മണ്ണ് ചിമ്മിണിയുടെ കേനുണ്ട് സാറേ. എല്ലാം ഉണ്ട്, കംപ്ലീറ്റ് സാധനം ഉണ്ട് സാറേ. എങ്ങനെ ഇതൊക്കെ ഞാൻ കേട്ടത്. ഇതൊക്കെ ഇതിന് മുൻപും പലതവണ നിങ്ങൾ വന്ന് പറഞ്ഞാണ്. ഞാൻ നിങ്ങളോട് അതിനുള്ള മറുപടിയും തന്നതാണ്. ഇനി എന്നെ ശല്യം ചെയ്യരുത്. എങ്ങനെ തരാൻ പറ്റില്ല. ഇല്ല, തരാൻ പറ്റില്ല. എങ്ങനെ നടക്കൂല? അത് നടക്കില്ല. അതല്ലേ? ഈ ബാങ്ക് ബോർഡ് മെമ്പർ മൻമോഹൻ സാറിനെ അറിയാലോ? മൻമോഹൻ സാർ, നമ്മുടെ ബാങ്ക് ബോർഡ് മെമ്പർ, നിങ്ങളെ ബാങ്ക് ബോർഡിന്റെ മെമ്പർ. ഞാനുമായിട്ട് ബന്ധം അറിയോ? എന്റെ ആരാണ്? എന്റെ ഭാര്യ, എന്റെ അനിയന്റെ ഏട്ടന്റെ മോളെ ഭർത്താവിന്റെ സ്വന്തം എന്ന് പറഞ്ഞാല് ഞാനും മൻമോഹൻ സാർ ഇങ്ങനെയാണ്. അറിയോ? അതുകൊണ്ട് എന്താന്ന് അറിയാം, ഈ കസേരയിൽ ഇനി ഇരിക്കണ്ടേ? മാസം ശമ്പളം വണ്ടി മേണിക്കണ്ടേ? ഒരു ഒപ്പിട്ട് കൊടുത്താൽ വരും, അങ്ങ് വീട് കൊണ്ടുപോകും. പിന്നെ ജയിലിന്റെ അഴിയിലിരുന്നിട്ട് എണ്ണേണ്ടി വരും. ഞാൻ മന്മഥനായിട്ട് വന്നിട്ട് മേടിച്ചാൽ മതി കേട്ടോ. ചെല്ല്. എനിക്ക് 50,000 ഇല്ല. കാണാം, ഞാൻ ഈ നാട്ടിൽ ജീവിച്ചോളാം. ഓരോ കഴുതകളോട് കയറി വരും മനുഷ്യനെ പണിയിട്ടിക്കാൻ വേണ്ടി. വല്ലാത്തൊരു കഥ തന്നെയാട്ടത്. ഒരു ഞായറാഴ്ച ദിവസമാണ്, പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂടെ കുത്തിരിക്കേണ്ട ദിവസമാണ്. ആ ദിവസവും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഇയാൾ ഓരോ തുഗ്ലക്ക് പരിഷ്കാരേ. അയാൾക്ക് പ്രാന്താണെന്ന്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഞായറാഴ്ചയായിട്ട് ആളുകളുടെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ കുറി ചേരാനും നിക്ഷേപിക്കാനും ആളുകൾ പൈസ എടുത്തു വെച്ചേക്കാണ് വെറുതെ. അല്ലെങ്കിൽ തന്നെ എന്ത് വിചാരിച്ചിട്ടാണ് ഈ കച്ചറ ബാങ്കിൽ കൊണ്ടൊന്ന് പണം ഇടണം? ഉള്ളവർക്ക് എടുത്തുണ്ടാവൂല്ലേ? പാരി എടുത്തുണ്ടോ? എല്ലാവരും പിൻവലിക്കല്ലേ? ആളുകളുടെ ഈ കാശൊന്നുമില്ലാന്ന് ഒരു കണക്കിനാ ജീവിക്കണ. അല്ല, ഞാൻ എൻ്റെ കാര്യത്തിലുണ്ടല്ലോ,
മുങ്ങും തൊട്ടോളം മുങ്ങട്ടെ. അവസാനം മുങ്ങാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിനായിട്ട് കയറും. പക്ഷെ പോകുമ്പോൾ മൂപ്പരോട് 4 വർത്താനം പറഞ്ഞിട്ട് ഞാൻ പോകും. എന്തിനാ ഇതൊക്കെ നമ്മൾ പോവാൻ നിൽക്കണത്? അയാള് പറയണ കേൾക്കാതെ വെറുപ്പിച്ചിട്ട് അയാളെ പറഞ്ഞു വിട്ടാ പോരെ? അത് മതി. പറഞ്ഞത്. ഓ ഇയാൾക്ക് മൂലക്കൊരിൻ്റെ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കേൾക്കുമ്പോൾ ഓ ആയിക്കോട്ടെ സാറേ, ആയിക്കോട്ടെ. ഞാൻ നേരിട്ട് വന്നോളാം. ശരി ശരി. ആ ആ അല്ല, നിങ്ങൾ പോയില്ലേ? ഇല്ല, മണ്ടു ഇങ്ങോട്ട് വന്നില്ല. മണ്ടൊന്നിനാ? അല്ല സാറ് പറഞ്ഞല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞല്ലോ. ഓ അതെ, നിങ്ങളൊന്ന് ആദ്യം ആളുകളുടെ അടുത്തേക്കൊന്ന് ഇറങ്ങ്, എന്നിട്ട് കുറച്ച് ഡെപ്പോസിറ്റ് ഒക്കെ ഒന്ന് ശേഖരിക്കുക ആദ്യം. അല്ല സാറേ, ഇന്ന് ഞായറാഴ്ചയാണ്. ഓരോ വീട്ടിലും എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവും. നമ്മളൊരു ഔചിത്യം ഇല്ലാതെ ആ സമയത്ത് കയറി ചെന്നിട്ട് കുറി ചേരി നിക്ഷേപിക്കുന്ന പറഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാവുള്ളൂ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ബാങ്ക് അവതാളത്തിലാക്കാനുള്ള പരിപാടി തന്നെയാണോ? നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടിച്ചേർന്ന് നിന്നാലല്ലേ ഇതൊന്ന് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുതിയതായിട്ട് ആവിഷ്കരിച്ച പദ്ധതികളൊക്കെ ഒന്ന് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. നമ്മൾ ഈ ആവിഷ്കരിച്ച പദ്ധതിയൊക്കെ ബ്രോഷറായിട്ട് നോട്ടീസായിട്ട് അവർക്ക് അയച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നാടായ നാട് മുഴുവൻ പരസ്യം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആവശ്യക്കാരൻ്റെ നമുക്ക് ബാങ്കിലോട്ട് വന്നോളൂല്ലേ? എന്റെ പൊന്ന് പ്യാരി, നമ്മൾ നോട്ടീസ് അയക്കുന്നതും നമ്മൾ നേരിട്ട് ചെന്ന് സംസാരിക്കുന്ന തമ്മിൽ വളരെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമ്മളിത് മീറ്റിംഗിൽ തീരുമാനിച്ചത്. അല്ല അത് പറയാം സാറേ. അല്ലേ? നിങ്ങൾ എത്രയും പെട്ടെന്ന് പോവാം. ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒന്നും നിങ്ങൾ നോക്കണ്ട. എനിക്കും കുടുംബമുണ്ട്, എനിക്കും ഭാര്യ മക്കളൊക്കെ ഉള്ള ആള് തന്നെയാണ് നിങ്ങളെ പോലെ. സാർ ഇത് എപ്പോഴും സ്കൂൾ പിള്ളേരോട് പറയണ പോലെ ഞങ്ങളോട് പറയണ്ട. സാറിന് മുമ്പ് ഇരുന്ന സെക്രട്ടറി ഉള്ളപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്ത് ഈ ബാങ്ക് നിലനിർത്തിയിട്ടുണ്ട്. എന്റെ പൊന്ന് പ്യാരി, ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. നിങ്ങൾ തൽക്കാലം ഇപ്പൊ ഒന്ന് ചെയ്യും. ഞങ്ങൾ പോവാ. അന്ന് നിങ്ങൾ ചെല്ലു. ശരി. ചെല്ലു. ഗുഡ് മോർണിംഗ്. ആരോടാ പറ? എന്താണ് പുള്ളിയുടെ ഉദ്ദേശം എന്നുള്ളത് പ്രസിഡന്റ് ഒന്ന് ചോദിക്കണേ. എന്താ ഇത്? സെക്രട്ടറി സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് അത് മാത്രം നടപ്പിലാക്കുക. പിന്നെ എന്തിനാണ് ഇവിടെ ഭരണസമിതി? അതെ, ഭരണസമിതി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ ചൊറിയും കുത്തി ഇരിക്കാനുള്ളവരല്ല, പ്രവർത്തിക്കേണ്ടവരാ ജനങ്ങൾക്ക് വേണ്ടി. ഓരോ സഹകരണ സംഘത്തിലും ഭരണസമിതിയുടെ ആവശ്യപ്രകാരം വാരി കോരിയ ലോൺ കൊടുക്കുന്നത്. തനിക്ക് കൊടുത്ത എന്താണോ കുഴപ്പം? സാറ് ഈ പറയുന്ന പോലെ ഭരണസമിതിയുടെ ആവശ്യപ്രകാരം ലോൺ വാരിക്കോരി കൊടുത്തതിന്റെ പേരിലാണ് ഇപ്പൊ പല ബാങ്കുകളും 7 നിലയിൽ പൊട്ടി നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബാങ്കിന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഈ അവസ്ഥയിലെത്താനുള്ള കാരണം എന്താ? കഴിഞ്ഞ ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് സാറേ. പിന്നെ ഒരാളുടെ വരുമാനത്തിനനുസരിച്ചല്ലേ ഒരാൾക്ക് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ സാറേ. ഇതുവരെയുള്ള എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടും ഞാൻ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അതൊന്നും നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇയാള് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? നമുക്കിതൊന്നും മനസ്സിലാവാത്തത് നമുക്ക് അതിനുള്ള അറിവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്ന്. ഇല്ലടോ, ഞങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുള്ള നല്ല പരിചയമുണ്ട്. KSRTC ബസ്സിന് കല്ലെറിഞ്ഞും കത്തിച്ചുള്ള തഴക്കം പഴക്കം വന്ന കൈയായത്. ജയിലിൽ ഞങ്ങൾക്ക് പുത്തരിയല്ല, ജയിലിൽ കിടക്കും ഞങ്ങള്.